മടങ്ങി വരുമ്പോൾ നമ്മൾ പോകുന്നത് തൃശൂർ ജില്ലയിലേക്കാണ്. ഇത്തവണ തൃശൂരിന്റെ രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് LDFന് വലിയ മേധാവിത്വം നൽകിയ ജില്ലയാണ് തൃശൂർ. ഇത്തവണ തൃശൂരിൽ പ്രധാനപ്പെട്ട ത്രികോണ പോരാട്ടം നടക്കുന്ന ചില മണ്ഡലം കൂടിയുണ്ട്. തൃശൂർ ഇത്തവണ BJP പിടിക്കുമോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. അതിനുമപ്പുറം കൊടുങ്ങല്ലൂരാവട്ടെ, ഇരിങ്ങാലക്കുടയാവട്ടെ, അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെ വലിയ വെല്ലുവിളി എത്ര കണ്ട് ഇടതുപക്ഷത്തിന് പ്രതിസന്ധി ഉണ്ടാക്കും, UDFന്റെ പ്രതീക്ഷകൾക്കൊപ്പം ജില്ലയ്ക്ക് മാറാൻ കഴിയുമോ എന്ന കാര്യം കൂടി പരിശോധിക്കാം. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, തൃശൂര് പ്രധാനപ്പെട്ട ഇടമാണ്. ആദ്യം നമുക്ക് തൃശൂർ മണ്ഡലം, തൃശൂരിൽ ത്രികോണ പോരാട്ട മുഖമാണ്. സർവേകളിൽ ചിലതെങ്കിലും BJPക്ക് ഒരു മുൻതൂക്കം പ്രവചിച്ചിട്ടുണ്ട്. എന്താണ് തൃശൂർ മണ്ഡലം പറയാൻ പോകുന്ന രാഷ്ട്രീയം? സജിത്ത, തൃശ്ശൂരിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ എല്ലാ കാലവും ഒരു ഇടതിൻ്റെ ഒരു അപ്രമാദിത്യം പലപ്പോഴും വന്നിട്ടുണ്ട്. പൂരത്തിൻ്റെ ഒരു വലിയ തലയെടുപ്പ്, തലപ്പൊക്ക മത്സരത്തിൽ വിജയിക്കുന്നത് പലപ്പോഴും തന്നെ ഇടത് മുന്നണിക്ക് അനുകൂലമായാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറുന്നത്. കഴിഞ്ഞ വർഷവും അത് തന്നെയായിരുന്നു. 13 സീറ്റുകളിൽ 12 എണ്ണമാണ് ഇടത് മുന്നണിക്കുള്ളത്. മുൻപ് ടൈമിലും ഏതാണ്ട് അതേപോലെ തന്നെ രീതിയിലുള്ള മത്സരഫലമായിരുന്നു. എന്നാൽ ഇക്കുറി ചില മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു വലിയ തരംഗമാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൽ UDF പറയുന്നു, UDFന് ഒരു 5ഓളം മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിൽ അവർ പറയുമ്പോൾ NDA ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ നിന്നായിരിക്കും അക്കൗണ്ട് തുറക്കുക. തൃശ്ശൂരിൽ സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട് എന്ന കണക്ക് ഉദാഹരിച്ചുകൊണ്ട് അവർ പറയുന്നു. തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ അവിടെ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നു. കാരണം ഇതിൽ കഴിഞ്ഞ തവണ 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് ബാലകൃഷ്ണൻ നേടാനായിട്ട് സാധിച്ചുള്ളൂ. ഇക്കുറി അതിൽ മാറ്റമുണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് കളം നിറഞ്ഞാണ് മുന്നണികൾ പോരിനിറങ്ങുന്നത്. കഴിഞ്ഞ തവണ NDAക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 14,100ഓളം വോട്ടുകളുടെ ഈ മണ്ഡലത്തിൽ നിന്നുള്ളൊരു ഭൂരിപക്ഷ കണക്ക് അവരുടെ പക്കലുണ്ട്. അത് നിലനിർത്താൻ തങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ തൃശ്ശൂരിൽ അട്ടിമറി വിജയം നേടാൻ, തൃശ്ശൂർ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടാൻ തങ്ങൾക്ക് കഴിയുമെന്ന രീതിയിൽ തന്നെയാണ് NDA ഉള്ളത്. പക്ഷേ ഇതിൽ തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കുന്നത് നേരത്തെ മേയറായിരുന്ന, അതോടൊപ്പം തന്നെ 25 വർഷത്തോളം തന്നെ കൗൺസിലറായിരുന്ന രാജൻ പല്ലനാണ് മത്സരിക്കുന്നത്. തൃശ്ശൂരിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ UDFന് കഴിഞ്ഞിരുന്നു. ആ ഒരു കണക്ക് UDFനാണ് ഗുണം ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലാകെ മുൻ ടൈമുകളിലെല്ലാം വലിയ തിരിച്ചടികൾ ഉണ്ടായെങ്കിൽ ഇക്കുറി അത് മാറ്റിയെഴുതാനായിട്ട് UDFന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് UDF കോർപ്പറേഷൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. മികച്ച രീതിയിലുള്ളൊരു വിജയമാണ് രാജൻ പല്ലൻ്റെ അടക്കം നേതൃത്വത്തിൽ അവിടെ നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഒരു മികവ് ഇത്തവണയും നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു. 2021 അവർ UDF സ്ഥാനാർത്ഥിയായിരുന്നു, എന്ന് പരാജയപ്പെടുന്നു. പിന്നീട് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റം ഇത്തവണ വന്നിരിക്കുന്ന സുരേഷ് ഗോപി അടക്കം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു മാറ്റത്തിൻ്റെ ഗുണഭോക്താവാൻ പത്മജ വേണുഗോപാലിനടക്കം കഴിയുമെന്നാണ് രീതിയിലേക്ക് പറയുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയാണ് ഇടതുമുന്നണി അവതരിപ്പിക്കുന്നത്. ഏതായാലും ശക്തമായൊരു ത്രികോണ മത്സരമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉള്ളത്. ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ജില്ലയിലെ കണക്കുകൾ ഇടതുമുന്നണിക്ക് കരുത്ത് പകരുന്നതാണ്. പക്ഷേ ഇക്കുറി 5ഓളം മണ്ഡലങ്ങളിൽ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ചാലക്കുടിയാണ് നിലവിലൊരു സിറ്റിംഗ് സീറ്റായിട്ടുള്ളത്. അതിന് എപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ബിന്ദു മത്സരിക്കുന്ന ഇരിങ്ങാലക്കുടയിൽ ഇത്ര ശക്തമായ മത്സരം. തോമസ് ഉണ്ണിയാടനാണ് UDFന് മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നത്. തോമസ് ഉണ്ണിയാടന് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്, ബിന്ദുവിനെ മറികടന്ന് പോകാൻ കഴിയുമെന്നൊരു വിശ്വാസം, മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഇരിങ്ങാലക്കുട കേന്ദ്രീകൃതമായിട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ ഗുരുവായൂരിലും ഇതുപോലെ തന്നെ ഒരു ശക്തമായ മത്സരം നടക്കുന്ന ഒരിടമാണ്. പ്രത്യേകിച്ച് ഇത്തവണ വന്നിരിക്കുന്ന ചില സാമുദായിക സമവാക്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു നേട്ടം കൊയ്യാനായിട്ട് BJP വക്താവ് ഗോപാലകൃഷ്ണൻ അവിടെ മത്സരിക്കുന്നു. അപ്പോൾ അവിടെ ശക്തമായൊരു മത്സരം നടക്കുമ്പോൾ അതിൻ്റെ ഒരു നേട്ടത്തിലേക്ക് UDF വരുമെന്ന രീതിയിലുള്ള ഒരു കണക്കുകൂട്ടലും അവർക്കുണ്ട്. തൃശ്ശൂരും ഇരിങ്ങാലക്കുടയും ഗുരുവായൂരും എല്ലാം തന്നെ ഒപ്പം നിർത്താനായിട്ട് കഴിയുമെന്ന് പറയുമ്പോൾ TN പ്രതാപൻ മത്സരിക്കുന്ന മണലൂരിൽ ഇതുപോലെ തന്നെ ഒരു ശക്തമായ മത്സരമാണ് ഇടത് വലത് മുന്നണിയിൽ കാഴ്ചവെക്കുന്നത്. മണലൂരിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് മുണ്ടശ്ശേരി മാഷിൻ്റെ കാലം തൊട്ട് തന്നെ ഒരു മണലൂർ ഇടതു മുന്നണിക്കൊപ്പം നടന്ന ഒരു ചരിത്രമാണ് ഉള്ളത്. പക്ഷേ ഇക്കുറി അത് മാറ്റം വരുമെന്ന രീതിയിലാണ് TN പ്രതാപൻ UDFന് ആ മത്സരത്തിലേക്ക് അവിടേക്ക് കടന്നു വരുന്നു. നമുക്കറിയാം TN പ്രതാപൻ പരിചയസമ്പന്നനായ ഒരു ക്യാമ്പയിനറാണ്. അപ്പം അതുകൊണ്ട് മണലൂർ അദ്ദേഹത്തിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. പ്രൊഫസർ C. രവീന്ദ്രനാഥാണ് അവിടെ ഇടത് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്.
പക്ഷേ ഇത്തവണ ആ വെല്ലുവിളി TN പ്രതാപൻ ഏറ്റെടുത്ത മണലൂര് UDF-നൊപ്പം നിർത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് കൂടിയുണ്ട് സജിത്ത്. അതിൽ പരിശോധിക്കപ്പെടേണ്ടത് 6ഓളം മണ്ഡലങ്ങളിൽ വ്യക്തമായ രീതിയിലുള്ള ലീഡ് നേടി നിലനിർത്താൻ മുന്നോട്ട് പോകാനായിട്ട് NDAക്ക് കഴിഞ്ഞിരുന്നു. ആ കണക്കുകൾ അവർക്ക് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് NDA വെച്ചു പുലർത്തുന്നത്. പ്രത്യേകിച്ച് നാട്ടികയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ CPIയുടെ മുൻ MLA തന്നെയാണ് ഒരുപക്ഷെ സിറ്റിംഗ് MLA തന്നെയാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുന്നത്. CC മുകുന്ദൻ മത്സരത്തിന് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ തവണ വലിയ മാർജിൻ ഏതാണ്ട് 28,000-ഓളം വോട്ടുകൾക്ക് ജയിച്ച ഒരു ആളാണ്. അദ്ദേഹം ഇപ്പോൾ മാറി നിന്നുകൊണ്ട് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയാകുന്നു എന്ന രീതിയിലാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം തങ്ങൾക്ക് ലഭിക്കും. ആ മികച്ച വോട്ടുകൾ നേടിയതിൻ്റെ ഒരു ഗുണം തങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ആ ഒരു വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. ഗീതാ ഗോപി CPIയുടെ മത്സര രംഗത്തുണ്ട്. ഇങ്ങനെ ഇക്കുറി ഒരു വ്യക്തമായ ഒരു മേധാവിത്വം ആർക്കും കൽപ്പിച്ച് നൽകാൻ കഴിയാത്ത രീതിയിലേക്ക് പൂരത്തിൻ്റെ നാട്ടിലെ ഈ മത്സരം മാറിയിട്ടുണ്ട്. ഏതായാലും ഏകപക്ഷീയമായ ഒരു വിജയമായിരിക്കില്ല അവിടെ ഉണ്ടാവുക എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ അവിടെ സംഭവിച്ചേക്കാം. എങ്കിൽ അത് ആർക്ക് ഗുണകരമാകും? UDF 5 സീറ്റുകൾ പോലും നേടാൻ അവർ കണക്കുകൾ പ്രകാരം 5 സീറ്റ് നേടാൻ കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിലൊരു ഗുണകരമായ ഒരവസ്ഥ അവിടെ ഉണ്ടാകും. കാരണം കഴിഞ്ഞ തവണ 1 സീറ്റ് മാത്രമായിരുന്നുവെങ്കിൽ ഇത് 5 സീറ്റിലേക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ്. ഒപ്പം BJP ഇനി മധ്യ കേരളത്തിൽ പൂരത്തിൻ്റെ നാട്ടിൽ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് കഴിയുമോ? ലോക്സഭയിൽ എന്ന പോലെ നിയമസഭയിലും കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം. സജിത്ത്, തൃശൂർ പറയാൻ പോകുന്ന രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ നിർണായകമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകളിൽ ഒന്ന് തൃശൂരാണ്. ഇത്തവണ പത്മജ വേണുഗോപാൽ കരുത്തു കാട്ടുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണക്ക് പരിശോധിച്ചാൽ സ്വാഭാവികമായും BJPയുടെ വലിയ മേധാവിത്വം തൃശൂരും സമീപ മണ്ഡലങ്ങളിലും പ്രകടമാണ്. പക്ഷേ കേരളം നിയമസഭയിലും ലോക്സഭയിലും വ്യത്യസ്തമായ പാറ്റേണുകൾ വോട്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അവിടെ UDF മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ആ മുന്നേറ്റം നിയമസഭയിൽ ഉണ്ടാകുമെന്നാണ് കാത്തിരിഞ്ഞ് കാണേണ്ടത്. അങ്ങനെ തൃശൂർ പറയാൻ പോകുന്ന രാഷ്ട്രീയം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ജില്ല, പ്രധാനപ്പെട്ട ജില്ല പരിശോധിക്കേണ്ടതുണ്ട്. കോഴിക്കോടാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.